അമ്മമാരുടെ മനസ്സിലെ ഉൾഭയമാണ് മഹിളാ കോൺഗ്രസ് ഉയർത്തുന്നത്. പ്രാണൻ പിടയുന്ന വേദനയോടുകൂടിയാണ് അമ്മമാർ കഴിയുന്നത്. വളരെ പ്രതീക്ഷയോടെ മക്കളെ ക്യാമ്പസുകളിലേക്ക് പറഞ്ഞുവിടുന്ന അമ്മമാർ അവർ തിരികെ എത്തും വരെ നിരന്തരമായ പ്രാർത്ഥനകളിലാണ്. കേരളത്തെ ഞെട്ടിച്ച ഈ കൊലപാതകം നടന്ന വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ മാത്രമല്ല, കേരളത്തിലെ ഒട്ടുമിക്ക ക്യാമ്പസുകളിലും യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും SFIയുടെ കിരാത വാഴ്ചയാണ്. നാടിനെ നടുക്കിയ ഈ കൊലപാതകമുണ്ടായിട്ട് ഇതുവരെയും CPMന്റെ ഒരു വനിതാ നേതാവ് പോലും അപലപിച്ചില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. കരുതലിൻ്റെ മാലാഖമാരും അമ്മമാരുമൊക്കെ എവിടെ പോയി? ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്തുകൊണ്ട് ഇതുവരെയും സിദ്ധാർത്ഥിൻ്റെ വീട്ടിൽ ചെന്നില്ല? അവരും ഒരു അമ്മയല്ലേ? കേരളത്തിൽ ഒരമ്മ കഴിഞ്ഞ 10-12 ദിവസമായി കട്ടിലിൽ നിന്നും എഴുന്നേൽക്കാതെ ഒരു വെള്ളം പോലും കുടിക്കാതെ കരഞ്ഞ് കിടക്കുകയാണ്. ആ അമ്മ സ്വന്തം മകൻ നേരിടേണ്ടി വന്ന ആ ക്രൂരതയിൽ നെഞ്ചുപൊട്ടി തകരുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ അവിടെ പ്രതിയാകേണ്ടത് ഡീനാണ്, അവിടുത്തെ അസിസ്റ്റന്റ് വാർഡനാണ് എന്നിരിക്കെ എന്തുകൊണ്ടാണ് അവരെ ഇതുവരെയും കസ്റ്റഡിയിൽ എടുക്കാത്തത്? SFIയുടെ വിടുപണിക്ക് കൂട്ടുനിൽക്കുന്ന അധ്യാപകരെയും അനധ്യാപകരെയും ഒക്കെ അവിടെ നിന്ന് മാറ്റേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. മഹിളാ കോൺഗ്രസ് ചോദിക്കുകയാണ്, കേരളത്തിലെ അമ്മമാരെ തീറ്റിക്കുന്നതാണോ പിണറായി വിജയന്റെ നവോത്ഥാനവും നവകേരളവും? ഞങ്ങൾ പറയുന്നു, സിദ്ധാർത്ഥിന്റെ അമ്മ ഒറ്റയ്ക്കല്ല. സിദ്ധാർത്ഥിന്റെ അമ്മയോടൊപ്പം നീതിക്കായുള്ള പോരാട്ടത്തിനൊപ്പം കേരളത്തിലെ മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത മുഴുവൻ അമ്മമാരും ആ അമ്മയുടെ പേറ്റുനോവ് അനുഭവിച്ച് പോലെ തന്നെ ഞങ്ങളെല്ലാവരും ആ അമ്മയോടൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പോരാട്ടത്തിനൊപ്പം തന്നെയാണ് ഞങ്ങളെല്ലാവരും.